നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് 50, 51 ഒക്കെ ആയിരുന്നു. അതായത് മലയാള സിനിമയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് മലയാള സിനിമയെ നല്ല ഒരു നിലയിൽ എത്തിക്കാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആൾക്കാരെ പറ്റിയായിരുന്നു. അവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അവരോട് സംസാരിച്ചു, എല്ലാം ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അതായത് മലയാള സിനിമ ഏകദേശം ഒരു നിലയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ വന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ അന്നത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാറായിരുന്നു മിസ്റ്റർ പ്രേം നസീർ, അതായത് ഞങ്ങളുടെ നസീറേട്ടൻ. മാനത്തു നിന്നെങ്ങാൻ പൊട്ടി വീണു, കുന്നത്തു കൊന്നയും പൂത്ത പോലെ. ആ ചേട്ടൻ വന്നതാണ് 52-ൽ. 52-ൽ അഭിനയിക്കാൻ തുടങ്ങിയ ആ ചേട്ടൻ കുറേ വർഷം നിത്യവസന്തം പ്രേം നസീറായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. ബിക്കോസ് ചേട്ടനെ പരിചയപ്പെട്ട ഓരോരുത്തരും ആ ചേട്ടനെ പറ്റി പറയാനേ ഉള്ളൂ. ചരോണിലെ ചരകാലത്തിൻ സ്മരണകളോ, പൂവായി വിരിഞ്ഞ നാളിനുണർന്ന വികാരങ്ങളോ. ചരോണിലെ ചരകാലത്തിൻ സ്മരണകളോ, പൂവായി വിരിഞ്ഞ നാളിനുണർന്ന വികാരങ്ങളോ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നസീർ ചേട്ടൻ്റെ വീട്ടിലാണ്, മദ്രാസിലെ നസീറേട്ടൻ്റെ വീട്ടിൽ. ഇവിടെ നസീറേട്ടൻ്റെ വൈഫുണ്ട്, മകളുണ്ട്, കൊച്ചുമോളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം പറയേണ്ട കാര്യമില്ല, എന്നാലും പറയണം. പറഞ്ഞു. ഇപ്പം മദ്രാസിലാണോ? അതെ, മദ്രാസിലാണ് താമസിക്കുന്നത്. അതെയോ? മോൾ എന്ത് ചെയ്യുന്നു? ഞാൻ 11th പഠിക്കുന്നു. ഓ, എവിടെ? ഇവിടെ. ആ, നന്നായി. ഷാനുവിനെ ഞാൻ കാണാറുണ്ട് ട്രിവാൻഡ്രത്ത് വെച്ച് സിസ്റ്ററിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അതെ. അച്ഛനെ കുറിച്ച് ഉള്ള എന്തെങ്കിലും ഒരു നല്ല ഓർമ്മകൾ എത്രയോ ഉണ്ട്. അതിലെന്തെങ്കിലും 1-2 വാക്ക്, അതായത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. ശരി. ഓർമ്മകളെന്ന് പറഞ്ഞാൽ എല്ലാ ഓർമ്മകളേ ഉള്ളൂ. അതെ. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. കാരണം ഡാഡി എപ്പോഴും ജീവിച്ചിരിക്കുന്ന മാതിരിയാണ് ഞങ്ങളെ ഫീലിങ്സ് തന്നെ. നോ, ഹി വാസ് ലുക്കിംഗ് ആഫ്റ്റർ സോ വെൽ. അതെ. ചേട്ടൻ എല്ലാം എപ്പോഴും പറയും, എപ്പോഴും കുട്ടികളുടെ കാര്യം നമ്മളോടൊക്കെ ഷെയർ ചെയ്യും. അപ്പം അത് ഞങ്ങൾക്കും അറിയാം. അങ്ങനെയാണ് നിങ്ങളെ കൂടുതൽ ഞങ്ങൾക്ക് പരിചയം. അല്ല, ആന്റിയെ ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. മലേഷ്യയിലെ എല്ലാവരും അപ്പോഴത്തെ ആന്റി അവിടെ വെച്ചാൽ പരിചയപ്പെട്ടു. പിന്നെ ഓർമ്മയിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഡാഡി ഇത് തന്നെ ഓൾവേസ് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് കാര്യത്തിലും ഞങ്ങൾക്ക് ഡാഡി ഇല്ലാതെ ഒരു കാര്യമില്ല. അതെ, ശരിയാണ്. ഈ മറ്റേ സിസ്റ്റർ എന്ത് ചെയ്യുന്നു? കാലിക്കറ്റിലെ സിസ്റ്റർ വെറുതെ അവിടെ ഇരിക്കുക. കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു, സുഖമായി. ട്രിവാൻഡ്രം സിസ്റ്റർ മസ്കറ്റിലാണ്, ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ചേട്ടനെ കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒരു വേണ്ടാത്തൊരു കാര്യം പറയാനില്ല, സത്യത്തിൽ ആർക്കും ഇല്ല. എല്ലാവർക്കും നല്ലത് പറയാനേ ഉള്ളൂ. അതെ, ഞങ്ങൾക്കും അത് തന്നെയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ മദ്രാസിൽ വന്നപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ചേട്ടൻ്റെ വീട്ടിൽ വരിക, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കാണുക എന്നുള്ള ഒരു വലിയൊരു കാര്യമല്ലേ. അതുപോലെ തന്നെ ചേട്ടൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഇങ്ങനെ ആരും ചേട്ടൻ ഇന്ന് വരെ പിണക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ചേട്ടനെ വളരെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈവൻ ഡയറക്ടേഴ്സ് വരെ ഒരിക്കലും ഒരു ഷൂട്ടിങ്ങിന് നേരത്തെ പോകണം, അല്ലെങ്കിൽ ഇപ്പം ഇത് മതി, എനിക്ക് വയ്യ എന്ന് ചേട്ടൻ ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. നൈസ് ടു മീറ്റ് യു. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ സുൽത്താൻ, അതായിരുന്നു മലയാളികൾക്ക് പ്രേം നസീർ. 3 പതിറ്റാണ്ടിലേറെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ പ്രകാശം പരത്തിയിരുന്ന ഒരു താരം. ഇത്രയേറെ ജനപ്രീതി ആർജിച്ചൊരു നടൻ മലയാള സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 37 വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് 700-ലധികം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് റെക്കോർഡിൽ പേരു ചേർത്ത ലോകത്തിലെ ഒരേ ഒരു നടൻ, അതായിരുന്നു പ്രേം നസീർ. ചിറയൻ കീഴിനടുത്തുള്ള ആക്കോട്ട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെയും അസുമ ബീവിയുടെയും 2ാമത്തെ മകനായ അബ്ദുൽ ഖാദർ നാടകങ്ങളിലൂടെയാണ് അഭിനയം തുടങ്ങിയത്. 1952 റിലീസ് ചെയ്ത മരുമകളാണ് ആദ്യ ചിത്രം.
അതിനു മുമ്പ് ഒരു ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും ആ ചിത്രം റിലീസായില്ല. തിക്കുറിശിയാണ് അബ്ദുൾ ഖാദർ എന്ന പേര് പ്രേം നസീർ എന്നാക്കിയത്. ഉദയായുടെ വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രേം നസീർ ഒരു ജനകീയ നടനായി മാറിയത്. ഭാർഗവി നിലയത്തിലെ അഭിനയം അദ്ദേഹത്തെ താരമൂല്യമുള്ള ഒരു നടനാക്കി. പിന്നീടങ്ങോട്ട് ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്, തുലാഭാരം എന്നിങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തെ മലയാളത്തിലെ ഏറ്റവും മികച്ച താരമാക്കി.